കഷ്ടപ്പെട്ട് പണിയെടുക്കുന്ന ഒരു സാധാരണ മലയാളി അയാളുടെ വരുമാനം കുറക്കാൻ സാധ്യതയുള്ള അല്ലെങ്കിൽ ജോലിയെ തന്നെ സാരമായിട്ട് ബാധിക്കുന്ന തരത്തിലുള്ള പോളിസികൾ കൊണ്ടുവരുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് വേണ്ടി ആവേശത്തോടെ വോട്ട് ചെയ്യുന്നു. പുറമേ നിന്ന് നോക്കുന്ന ഒരാൾക്ക് ഇതൊരു വലിയ വൈരുദ്ധ്യമായിട്ട് തോന്നും. ഇതിലെന്ത് ലോജിക്കാണുള്ളതെന്ന് നമ്മൾ ചിലപ്പോൾ ചിന്തിച്ചേക്കാം. കാരണം യുക്തിപരമായിട്ട് നോക്കിയാൽ മനുഷ്യൻ വോട്ട് ചെയ്യേണ്ടത് അവരുടെ സാമ്പത്തികവും സാമൂഹികവുമായ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നവർക്കല്ലേ. പക്ഷേ മനുഷ്യചരിത്രം പരിശോധിച്ചാൽ വോട്ടിംഗ് രീതികളിൽ ഇങ്ങനെ ഒരു യുക്തി പലപ്പോഴും കാണാറുണ്ടോ? ഇല്ല. ഇതൊരു വ്യക്തിയുടെ മാത്രം പ്രശ്നമാണോ? അല്ല. സ്വന്തം മൗലികമായ താല്പര്യങ്ങൾക്ക് വിരുദ്ധമായി ഒരു വലിയ വിഭാഗം ആളുകൾ തന്നെ ഇത്തരത്തിൽ വോട്ട് ചെയ്യുന്ന പ്രവണതയ്ക്ക് പിന്നിൽ കൃത്യമായൊരു സൈക്കോളജിക്കൽ മെക്കാനിസം വർക്ക് ചെയ്യുന്നുണ്ട്. അതിനെയാണ് സോഷ്യൽ ഐഡൻറ്റിറ്റി എന്ന് വിളിക്കുന്നത്. അതായത് നമ്മുടെ ഉള്ളിലെ ട്രൈബൽ മൈൻഡ് അല്ലെങ്കിൽ ആ പഴയ ഗോത്രവർഗ ചിന്താഗതി എങ്ങനെയാണ് വോട്ടിംഗ് മെഷീനിന് മുന്നിൽ മനുഷ്യൻ്റെ വിവേകത്തെ മറികടക്കുന്നത് എന്നതിനെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത്. ഐ ആം മജു. വെൽക്കം ടു ദ മനസോളജിസ്റ്റ്. പലപ്പോഴും മനുഷ്യൻ കരുതുന്നത് വോട്ട് ചെയ്യുക എന്നതൊരു റാഷണൽ ചോയ്സ് ആണെന്നാണ്. അതായത് ഓരോ പാർട്ടിയുടെയും പ്രകടന പത്രിക വായിക്കുന്നു, നയങ്ങൾ അനലൈസ് ചെയ്യുന്നു, എന്നിട്ട് തീരുമാനമെടുക്കുന്നു. എന്നാൽ 1970കളിൽ ഹെൻറി തജ്ഫലും ജോൺ ടെർണറും അവതരിപ്പിച്ച സോഷ്യൽ ഐഡൻറ്റിറ്റി തിയറി ഇതിന് മറ്റൊരു കാഴ്ചപ്പാടാണ് നൽകുന്നത്. അതിങ്ങനെയാണ്: മനുഷ്യൻ്റെ മനസ്സ് സ്വാഭാവികമായിട്ട് ചുറ്റുമുള്ള ലോകത്തെ അസ് ദം അഥവാ അവരും നമ്മളും എന്നിങ്ങനെ രണ്ട് ഗ്രൂപ്പുകളായിട്ട് തിരിക്കാൻ ആഗ്രഹിക്കുന്നു. ഇതിനെ സോഷ്യൽ കാറ്റഗറൈസേഷൻ എന്ന് പറയാം. ഒരു പ്രാവശ്യം മനുഷ്യൻ ഒരു ഗ്രൂപ്പിൻ്റെ ഭാഗമായി കഴിഞ്ഞാൽ അതൊരു രാഷ്ട്രീയ പാർട്ടിയാവാം, മതമാവാം. പിന്നീട് തൻ്റെ സെൽഫ് എസ്റ്റീം, ആത്മാഭിമാനം ആ ഗ്രൂപ്പിൻ്റെ വിജയവുമായിട്ട് കണക്ട് ചെയ്യപ്പെടുകയാണ്. സത്യത്തിൽ വോട്ടിംഗ് എന്നത് ഒരു നയം തിരഞ്ഞെടുക്കുന്നതിനേക്കാൾ ഉപരി ഒരു ഐഡൻറ്റിറ്റി എക്സ്പ്രഷനായിട്ട് മാറുകയാണ് പിന്നീട്. സിമ്പിളായി പറഞ്ഞാൽ വോട്ട് ചെയ്യുമ്പോൾ മനുഷ്യൻ ഒരു പോളിസി അല്ല തിരഞ്ഞെടുക്കുന്നത്, പകരം ഞാൻ ആരാണ് എന്നും ഞാൻ ഏത് ഗോത്രത്തിൽപ്പെട്ടവനാണ് എന്നും ലോകത്തോട് ഉറക്കെ പ്രഖ്യാപിക്കുകയാണ് ചെയ്യുന്നത്. നമ്മുടെ മനസ്സിൽ എപ്പോഴും പോളിസി പൊസിഷൻസും അതുപോലെ സോഷ്യൽ ഐഡൻറ്റിറ്റിയും തമ്മിൽ ഒരു മത്സരം നടക്കുന്നുണ്ടാവും. ഇതിൽ മിക്കവാറും വിജയിക്കുന്നത് ആരായിരിക്കും? ഐഡൻറ്റിറ്റി ആയിരിക്കും. കാരണം ഒരു നയം നടപ്പിലാക്കി അതിൻ്റെ ഗുണം ഒരാൾക്ക് ലഭിക്കണമെങ്കിൽ വർഷങ്ങളെടുക്കും. എന്നാൽ തൻ്റെ ഗ്രൂപ്പിന് വോട്ട് ചെയ്യുമ്പോൾ ലഭിക്കുന്ന ആ ഒരു സോഷ്യൽ ബിലോങ്ങിങ് അല്ലെങ്കിൽ ഗ്രൂപ്പ് പ്രൈഡ് മനുഷ്യന് പെട്ടെന്നുള്ളൊരു സന്തോഷം, ഇൻസ്റ്റൻറ്റ് റിവാർഡ് നൽകുന്നുണ്ട്. അതുകൊണ്ടാണ് ജീവിതം കഷ്ടത്തിലാകുമ്പോൾ ലോജിക്ക് ഉപയോഗിക്കുന്നതിന് പകരം മനുഷ്യൻ സ്വന്തം കമ്മ്യൂണിറ്റിയിലേക്ക് കൂടുതൽ ഒളിച്ചോടുന്നത്. ഐഡൻറ്റിറ്റി വളരെ ശക്തമാകുമ്പോൾ നമ്മുടെ ബ്രെയിന് ഫാക്ട്സ് അനലൈസ് ചെയ്യുന്നതിന് പകരം വൈകാരികമായ പ്രതിരോധത്തിലേക്ക് മാറുകയാണ് ചെയ്യുന്നത്. അതായത് ഒരു ഇമോഷണൽ ഡിഫെൻസ്. നമ്മുടെ തലച്ചോറ് എങ്ങനെയാണ് ഈ പ്രക്രിയ കൈകാര്യം ചെയ്യുന്നത് എന്നത് അതിശയിപ്പിക്കുന്ന ഒരു കാര്യമാണ്. രാഷ്ട്രീയപരമായ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ നമ്മുടെ തലച്ചോറിലെ ടെമ്പറൽ പരേറ്റൽ ജംഗ്ഷൻ എന്ന ഭാഗത്തിന് വലിയൊരു റോളുണ്ടെന്നാണ് സ്റ്റഡീസൊക്കെ പറയുന്നത്. സാമൂഹികമായിട്ടുള്ള ഇടങ്ങളിൽ തൻ്റെ സ്ഥാനം എവിടെയാണെന്ന് ട്രാക്ക് ചെയ്യുന്നത് ഈ ഒരു ഭാഗമാണ്. നമ്മുടെ കേരളത്തിലെ രാഷ്ട്രീയ പരിസരത്തെക്കുറിച്ച് ആലോചിക്കുകയാണെന്നുണ്ടെങ്കിൽ ആദ്യം ഓർമ്മ വരുന്നത് സന്ദേശം സിനിമയാണ്. അതിലെ പ്രഭാകരനും പ്രകാശനും രണ്ട് വ്യത്യസ്ത രാഷ്ട്രീയ പാർട്ടികളിൽ വിശ്വസിക്കുന്നു. അവരുടെ വീട്ടിലെ സാമ്പത്തിക അവസ്ഥ മോശമാണ്. അച്ഛന് കഷ്ടപ്പെടുന്നുണ്ട്. പക്ഷേ ഈ രണ്ടു പേരും തങ്ങളുടെ പാർട്ടിയുടെ കൊടിയും ഐഡിയോളജിയും മുറുകെ പിടിച്ച് പരസ്പരം അടികൂടുന്നു. തിലകൻ അവതരിപ്പിക്കുന്ന അച്ഛൻ കഥാപാത്രം അവരോട് ചോദിക്കുന്നുണ്ട്, നിങ്ങളുടെ ഈ പാർട്ടി കൊണ്ട് കുടുംബത്തിന് എന്ത് ഗുണമുണ്ടായി? അവർക്കത് മനസ്സിലായില്ല. കാരണം അവർക്ക് ആ പാർട്ടി എന്നത് വെറൊരു സംഘടനയല്ല, അവരുടെ അസ്തിത്വത്തിൻ്റെ ഭാഗമാണ്. താൻ പട്ടിണി കടന്നാലും തൻ്റെ പാർട്ടി ജയിക്കണം എന്ന് മനുഷ്യൻ ചിന്തിക്കുന്നത് ഈ ഒരു ട്രൈബലിസം കാരണമാണ്. ഇന്നത്തെ കാലത്ത് നമ്മൾ വോട്ടിംഗ് എന്നൊക്കെ പറയുന്നത് ഒരു ടീം സ്പോർട്ട് പോലെയായി മാറിയിട്ടുണ്ട്. വോട്ടിംഗ് മെഷീനിന് മുന്നിൽ നിൽക്കുമ്പോൾ മനുഷ്യൻ ആലോചിക്കുന്നത് GDPയെക്കുറിച്ചോ വിദ്യാഭ്യാസ നയങ്ങളെക്കുറിച്ചോ അല്ല, മറിച്ച് ഞാൻ എൻ്റെ ടീമിനെ തോൽപ്പിക്കില്ല എന്ന വികാരമാണ് അവിടെ ജയിക്കുന്നത്. എന്തുകൊണ്ടാണ് മനുഷ്യൻ ഇത്തരത്തിൽ സ്വന്തം കാലിൽ കോടാലി വെക്കുന്ന തരത്തിൽ വോട്ട് ചെയ്യുന്നത് എന്ന ചോദ്യത്തിന് ഉത്തരം നമ്മുടെ പരിണാമ ചരിത്രത്തിലുണ്ട്. പണ്ട് കാട്ടിൽ കഴിഞ്ഞിരുന്ന കാലത്ത് ഒരു ഗ്രൂപ്പിൽ നിന്ന് പുറത്താക്കപ്പെടുക എന്നാൽ അതിൻ്റെ അർത്ഥം എന്തായിരുന്നു? മരണം. അതുകൊണ്ട് തന്നെ ഒന്നിച്ച് നിൽക്കുക എന്നത് നിലനിൽപ്പിൻ്റെ ഒരു പ്രശ്നമാണ്. സോ വോട്ടിങ്ങിൻ്റെ കാര്യത്തിൽ മനുഷ്യൻ വെറും ഒരു റാഷണൽ അനിമലാണെന്ന നമ്മുടെ ധാരണ തിരുത്തേണ്ടി വരും.
നമ്മൾ സോഷ്യൽ അനിമൽസാണ്. അറിവിനേക്കാൾ കൂടുതൽ മനുഷ്യൻ വില മതിക്കുന്നത് അംഗീകാരത്തെയാണ്. നയത്തേക്കാൾ കൂടുതൽ നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് ഐഡൻറ്റിറ്റിയിലാണ്. ഈ സത്യം തിരിച്ചറിയുന്നത് ഒരുപക്ഷെ നമ്മുടെ വോട്ടിംഗ് രീതികളെക്കുറിച്ച് കൂടുതൽ ആഴത്തിൽ ചിന്തിക്കാൻ സഹായിച്ചേക്കാം. തിങ്ക് അബൌട്ട് ഇറ്റ്.